ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ അതാ തിരുവോണത്തിന് തലേ ദിവസമായിട്ട് രാത്രി 11 മണിക്കാണ് വീഡിയോ എടുക്കുന്നത്. വേറെ നേരം നമ്മളിവിടെ കുറച്ചെല്ലാവരും കൂടിയിട്ട് ഓണത്തിന് നാളെ പരിപാടിയൊക്കെ സെറ്റ് ചെയ്യാനുള്ളൊരു പ്ലാനിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഓണത്തിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ വീഡിയോ എപ്പോൾ വരുന്നത് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഓണപ്പരിപാടിൻ്റെ ഒക്കെ വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി അവിടെ എത്തിയിട്ട് ബാക്കി കാണാം. അങ്ങനെ നമ്മളിത് അവിടെ എത്തിയിട്ടോ. അപ്പോൾ ഇതായിട്ട് നമ്മുടെ സലാമൊക്കെ നിങ്ങൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ ആ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ചേട്ടനാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു കൊടുത്താൽ മതി. ബാക്കിയൊക്കെ ആ ചേട്ടനാണ് കുക്ക് ചെയ്യുക. അപ്പോൾ അത് അവിടെ എല്ലാവരും ഫുൾ പണിയിലാണ് കേട്ടോ. അതായത് നമ്മുടെ ശ്യാം, റെഗിൽ ഇവരൊക്കെ നിങ്ങൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും നല്ല പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ ഇവിടെ എല്ലാവരും ഓരോരോ തിരക്കിലാണ് കേട്ടോ. ഞങ്ങളാണെങ്കിൽ നല്ല ഡാൻസ് പ്രാക്ടീസും പിന്നെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ഞങ്ങൾക്ക് നാളെ ഡാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മൾ ചെറിയ പ്രാക്ടീസിലാണ്. പിന്നെ ഒരു റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ കേട്ടോ. പക്ഷേ റീൽസ് എടുക്കുന്ന ദിവസം നടന്നില്ല. പക്ഷേ ഡാൻസ് നമ്മൾ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ വീഡിയോ അതിൻ്റെ ഡാൻസിന് മാത്രമായിട്ട് വീഡിയോ ഞാൻ കൊടുക്കാം. അങ്ങനെ ഇവിടെ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു എക്സ്ട്രാ എടുത്തിട്ടാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യാനുള്ളൊരു പ്ലാനിങ്. ശരിക്കും പറഞ്ഞ നാട്ടിൽ നമ്മൾ കല്യാണത്തിൽ തലേദിവസത്തെ ഒരു വൈബായിരുന്നു കേട്ടോ. ഇവിടെ നല്ല അടിപൊളിയായിരുന്നു എല്ലാവരും കൂടിയിട്ട്. പിന്നെ ഞങ്ങൾ പിന്നെ ഒന്നും ചെയ്തില്ല കേട്ടോ. ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഫുള്ള് ഡാൻസുകൾ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. ബാക്കി ഇവരൊക്കെ ആയിട്ട് എല്ലാ പരിപാടിയും ചെയ്തത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ രാത്രി ഒരു 11 മണിയൊക്കെ നമ്മൾ വന്നത്. പക്ഷേ ഇവിടെ നിന്ന് പോയത് പുലർച്ചെ ഒരു 4-5 മണിയാകുമ്പോഴാണ് ഇവിടുന്ന് പോയത് കേട്ടോ റൂമിലോട്ട്. ശരിക്കും പറഞ്ഞാൽ ഉറക്കം വരുന്നത് നല്ല അടിപൊളിയായിരുന്നു. ശരിക്കും നാട്ടിൽ നമ്മുടെ കല്യാണം തലേദിവസം എങ്ങനെയാണ് അതേപോലെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നാളത്തെ തിരുവോണത്തിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം കേട്ടോ. കാരണം രണ്ടും കൂടി ഒരുമിച്ച് കൊടുക്കുമ്പോൾ ലെങ്ത്ത് കൂടും. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തിരുവോണ ദിവസം സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം. അങ്ങനെ തന്നെ നമ്മളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി നെയ്ച്ചോറും അതൊരു ബീഫ് കറി ആയിരുന്നു അവിടെ വരുന്നവർക്കൊക്കെ. അപ്പോൾ നമ്മളിത് എല്ലാവരും കൂടി കഴിക്കാം കേട്ടോ. അയ്യോ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഫുഡും അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ പുലർച്ചെ 2:30 ആയിട്ട് 2:30-3 മണിയൊക്കെ ആയി ഫുഡ് കഴിക്കുമ്പോൾ തന്നെ കഴിച്ച് കഴിഞ്ഞ് റൂമിലെത്തുമ്പോഴേക്കും 5 മണിയൊക്കെ ആയിട്ടോ. പിന്നെ കുറച്ച് നേരം നമുക്ക് ഉറങ്ങാൻ ടൈം കിട്ടുള്ളൂ. കാരണം പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് തിരുവോണ ദിവസം ഉച്ചയ്ക്കാണ് നമ്മൾ പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഇവിടെ എല്ലാം അപ്പോഴേക്കും എല്ലാ സാധനങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും കൂടിയിട്ട് ഒരു ഉറക്കം വരെ ഒരു ക്ഷീണം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് ഉറക്കം ഒഴിക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ആ ടൈമിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താ പറയുക, എല്ലാവരും കൂടി ആകുമ്പോൾ നല്ല രസമല്ലേ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറേ നമ്മൾ ലുഡോ ഒക്കെ കളിച്ചു കേട്ടോ എല്ലാവരും കൂടിയിട്ട്. അയ്യോ അത് ഭയങ്കര രസമായിരുന്നു. പിന്നെ തലേദിവസത്തെ കുറേ വീഡിയോസ് ഞാൻ എടുക്കാണ്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുള്ള വീഡിയോസ് വെച്ചിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ കുറേ ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അധികം വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുള്ള വീഡിയോസ് വെച്ചിട്ടൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ ഒരു സൈഡിൽ അവിടെ സദ്യൻ്റെ പണിയൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചാണ്ട് പിന്നെ അവിടെ ഒരു ഗ്രൂപ്പായിട്ട് ലുഡോ കളിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളും ഇനിയിപ്പോൾ കുറച്ച് നേരം ലുഡോ കളിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഉറക്കം വരെ ഒന്നുമില്ല കേട്ടോ. നല്ല രസമായിരുന്നു. പിന്നെ അവിടെ പുറത്തിരിക്കാനും നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പരിപാടി ഉണ്ടല്ലോ നമ്മൾ പൊളിക്കുകയാണ്. ഇത് നമ്മുടെ നാടിൻ്റെ ഒരു വയവാണ്. അച്ചാർ നോക്കി നല്ല സുന്ദരമായ കാഴ്ച നാരങ്ങ അച്ചാർ ഇടാൻ പോകും. ആവശ്യത്തിനുള്ള നമ്മുടെ ശർക്കര ഉരുക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എല്ലാ ഐറ്റംസും ഉണ്ട്. ഒരു സൈഡിൽ കുക്കിംഗ് നടക്കുന്നുണ്ട്, പിന്നെ ഒരു സൈഡിൽ ലുഡോ കളി നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ലുഡോ കളിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ 5 പേരൊക്കെ ആയിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ 2 ടീമായിട്ടാണ് കളിക്കുന്നത് കേട്ടോ. അവർ വേറെ ടീം, നമ്മൾ വേറെ ടീമായിട്ടാണ് കളിക്കുന്നത്. കാരണം എല്ലാവരും കൂടി കളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങളൊരു 5 പേരൊക്കെയാണ് കളിക്കുന്നത്. ഇപ്പോൾ 2 പേരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കളി കഴിയും. പക്ഷെ 5 പേരായതുകൊണ്ട് അത് വെട്ടി കളി കഴിയുന്നേ ഇല്ല കേട്ടോ. ശരിക്കും നല്ല രസം തന്നെയായിരുന്നു കേട്ടോ എല്ലാവരും കൂടിയിട്ട്. ശരിക്കും നമ്മുടെ നാട്ടിൽ ഞങ്ങൾക്ക് അതാണ് ഓർമ്മ വന്നത്. നാട്ടിലെ കല്യാണ തലേദിവസം നമ്മൾ എങ്ങനെയായിരിക്കും അതേപോലെയായിരുന്നു. ഇപ്പോൾ സമയം ഒരു പുലർച്ചെ ഒരു 4:30 ആയിട്ടുണ്ടാവാനാണ് സാധ്യത കേട്ടോ. ശരിക്കും ആ ദിവസം ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. ഒരു ഉറക്കം വരവോ അല്ലെങ്കിൽ ഉറങ്ങാതിരിക്കുന്നതിൻ്റെ ക്ഷീണോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. എന്താണെന്നറിയില്ല. പിന്നെ മെയിനായിട്ട് ഞാനിങ്ങനെ ഉറക്കം ഒഴിക്കാറുമില്ല കേട്ടോ. അന്നെന്തോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നേരം ഒന്ന് കിടന്നില്ലെങ്കിൽ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. കാരണം തിരുവോണ ദിവസം പണി കിട്ടുമെന്ന്. കാരണം ചിലപ്പോൾ എനിക്ക് തലകറക്കം എന്തെങ്കിലും വന്നാലോ ഉറങ്ങാണ്ടാകുമ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് കേട്ടോ. നോക്കിയപ്പോൾ എനിക്ക് വലിയ കുഴപ്പമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെയൊക്കെ ക്ഷീണം തിരുവോണ ദിവസം വൈകുന്നേരമായിരുന്നു കേട്ടോ. കാരണം ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായിരുന്നു എനിക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നത്.
അങ്ങനെ കുറേ നേരം നമ്മൾ ലുഡോ ഒക്കെ കളിച്ച് പിന്നെ എന്തായാലും കുറച്ച് നേരം ഉറങ്ങിയില്ലെങ്കിൽ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇനി റൂമിലോട്ട് പോയിട്ടോ. ഒരു 5 മണിയൊക്കെ ആകുമ്പോഴാണ് റൂമിലെത്തിയത്. പിന്നെ കുറച്ച് നേരം ഒന്ന് കിടന്നു. പിന്നെ തിരുവോണ ദിവസം ഉച്ചയ്ക്കാണ് നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത നമ്മുടെ തിരുവോണ ദിവസത്തെ വീഡിയോ ആയിരിക്കും. നല്ല അടിപൊളി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ കാണാം. അതുവരേക്കും ബായ്.